അതെങ്ങനെ ഉൾപാർട്ടി പ്രശ്നമാണോ? ഉൾപാർട്ടി ജനാധിപത്യമാണ്. CPM-കാർ ഉൾപ്പെടെ ഇതൊന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന CPM-കാർ ഒരുപാട് പേരെ എനിക്കറിയാം. BJP-യെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് ജയിക്കാൻ കഴിയുന്ന 40ഓളം മണ്ഡലങ്ങൾ നിലവിൽ കേരളത്തിലുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ അൺപ്രസിഡൻ്റ് ആയിട്ടുള്ള ഒരു പോരാട്ട മുഖം കേരളത്തിൽ തുറന്നു വെച്ച ഒരാളാണ്. ശരി, നമുക്കിപ്പോൾ ഈ പാലക്കാട്ടെ പരാജയത്തെ തുടർന്ന് ഉണ്ടായ വലിയൊരു ചർച്ച BJP-യുടെ സംസ്ഥാന നേതൃത്വം മാറണം എന്നുള്ളൊരു ചർച്ചയായിരുന്നു. അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ മറ്റു പാർട്ടികൾ അത് കാര്യമായി ഊട്ടിഘോഷിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പലരും അത് BJP-ക്കുള്ളിലെ തന്നെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയും ചെയ്തിട്ടുണ്ട്, മുൻനിരയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, കോൺഗ്രസ്സിലൊരു കാലത്ത് പറഞ്ഞിരുന്ന ഒരു ഗ്രൂപ്പ് തർക്കം, പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ സമയങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് പറയുന്നു, അവരുടെ ഫ്ലെക്സ് കത്തിക്കുന്നു, പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഗ്രൂപ്പ് കോൺഗ്രസ്സിലുണ്ടായിരുന്ന പോലെ ഒരു ഗ്രൂപ്പ് BJP-യിലുണ്ടോ? അതൊന്ന്. രണ്ട്, സംസ്ഥാന നേതൃത്വം മാറേണ്ട ഒരു ആവശ്യകത നിലവിലത്തെ സാഹചര്യത്തിലുണ്ടോ? അല്ല, ശോഭാ സുരേന്ദ്രൻ്റെ ഫ്ലക്സ് കത്തിച്ചത് അവിടെ ഒരു മാനസിക രോഗിയായിരുന്നു എന്നുള്ള കാര്യം പിണറായി വിജയൻ്റെ പോലീസ് തന്നെ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് മാധ്യമങ്ങൾ ഇപ്പോഴും അതിനകത്ത് പരിപൂർണമായിട്ട് ആ രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നതിന് പകരം അത് BJP-ക്കകത്തുള്ള ഗ്രൂപ്പ് തർക്കത്തിൻ്റെ പേരിൽ ആ ഫ്ലക്സ് കത്തിച്ചു എന്നുള്ളതിലാണ്. അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നത്. രണ്ട് എന്ന് പറയുന്നത്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ജീവനുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അഭിപ്രായങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ സമന്വയങ്ങളും എല്ലാം തന്നെ ഉണ്ടാകും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപാട് പേർക്ക് സംസ്ഥാന അധ്യക്ഷനാകാൻ ക്വാളിറ്റിയുള്ള ഒന്നിലധികം പേരുള്ള സമയത്ത് തീർച്ചയായിട്ടും അവരുടെ പുറകിൽ നിൽക്കുന്ന അണികൾക്കാകട്ടെ അല്ലെങ്കിൽ അവർക്കാകട്ടെ അവർ ആ റേസിലുണ്ടാകും. റേസിലുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അത് മറ്റൊരാൾക്കെതിരാണ് എന്നുള്ളതല്ല. ഇപ്പോൾ 2024 400 പാർ എന്ന് പറഞ്ഞു പോയ NDA 240-293 നിൽക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഇന്ത്യ മുഴുവനുള്ള എല്ലാ മാധ്യമങ്ങളും JP നഡ്ഡയെ മാറ്റാൻ പോവുകയാണ്. JP നഡ്ഡയെ മാറ്റിയാൽ മാത്രമേ ഹരിയാന തിരഞ്ഞെടുപ്പ് നടക്കുള്ളൂ, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ എന്തെങ്കിലും സാധിക്കുള്ളൂ എന്നൊക്കെ ഉള്ള തലത്തിലുള്ള വാർത്തകൾ ഒരുപാട് മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ ആർട്ടിക്കിൾസ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. പകരം JP നഡ്ഡ തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നത്. ഹരിയാനയിൽ ജയിച്ചു, മഹാരാഷ്ട്രയിൽ BJP വലിയ രീതിയിൽ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന സ്പെക്കുലേഷൻസ് എല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഒരു സംസ്ഥാന പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം 3 വർഷം അദ്ദേഹത്തിന് ഒരു ടേമുണ്ട്. അത് 2 ടേം 6 വർഷം വരെ ഇരിക്കാവുന്ന സാഹചര്യമുണ്ട്. സുരേന്ദ്രൻജി ഇപ്പോൾ 5 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് 10-11 മാസങ്ങൾ കൂടിയാണ് ആ കണക്കിന് അദ്ദേഹത്തിൻ്റെ മുമ്പിലും ഉള്ളത്. ചിലപ്പോൾ അദ്ദേഹം ആ ടൈം കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും. ചിലപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ഫ്രഷായിട്ട് തന്നെ നമുക്കൊരു ഇലക്ഷനെ നേരിടാം, പുതിയൊരു പ്രസിഡന്റ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നേരിടാം എന്നൊരു തീരുമാനം ചിലപ്പോൾ അകത്ത് വരുമായിരിക്കും. ഇത് ദേശീയ നേതൃത്വം, BJP-യുടെ പാർലമെൻ്ററി ബോഡി, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് എടുക്കേണ്ടതാണ്. അതിനകത്ത് സ്വാഭാവികമാണ് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരം വാർത്തകൾ വരിക, സ്പെക്കുലേഷൻസ് ഉണ്ടാവുക. അതൊരു ജീവനുള്ള പ്രസ്ഥാനമാണ്, തീർച്ചയായിട്ടും അതുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. അല്ല, പ്രശ്നങ്ങളെന്നല്ലല്ലോ നമുക്കതിനെ പറയാൻ സാധിക്കും. ഇതെങ്ങനെയാണ് നമുക്ക് പ്രശ്നങ്ങളെന്ന് പറയാം? അതെങ്ങനെ ഉൾപാർട്ടി പ്രശ്നമാണോ? ഉൾപാർട്ടി ജനാധിപത്യമാണത്. ഉൾപാർട്ടി ജനാധിപത്യം ആവുന്ന സമയത്ത് ഇപ്പോൾ BJP-യുടെ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും മിനിങ്ങാന്നുമായിട്ട് മണ്ഡലം പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ താഴെത്തട്ടിലുള്ള ഏരിയ ജനറൽ സെക്രട്ടറി മുതലുള്ള ആൾക്കാർ നമ്മുടെ ഭരണാധികാരികളുടെ മുമ്പിലെത്തുന്നു, അവരുടേതായിട്ടുള്ള പേരുകൾ നിർദ്ദേശിക്കുന്നു, വോട്ടിംഗ് നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. തീർച്ചയായിട്ടും അപ്പോൾ താഴെ മുതൽ ഈ പ്രശ്നം നടക്കുകയാണ്. അപ്പോൾ അത് പ്രശ്നമല്ല, ഞാൻ പറയാം, താഴെ മുതൽ ഈ പറയുന്ന പ്രോസസ്സ് നടക്കുകയാണ്. ആ പ്രോസസ്സ് നടക്കുകയാണ്. ഇത് മുകൾ തട്ട് വരെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ സംസ്ഥാന പ്രസിഡന്റിൻ്റെ തലത്തിൽ നിന്ന് മാത്രം നിങ്ങൾ വാർത്തകൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിനൊരു പ്രശ്നമായിട്ട് തോന്നുന്നതാണ്. ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റ്, നിങ്ങൾ ഓരോ മണ്ഡലത്തിലേക്ക് പോയി കഴിഞ്ഞാലും ശരി തന്നെയാണ്. ഇപ്പോൾ നിലവിലുള്ള മണ്ഡലം പ്രസിഡന്റ് തുടരണോ അതോ പുതിയ മണ്ഡലം പ്രസിഡന്റ് വരണോ എന്നുള്ള വലിയ ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെ വലിയ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സിൻ്റെ എൻഡിലാണ് ഒരു മണ്ഡലം പ്രസിഡന്റ് ഉണ്ടാകുന്നത്. ഇനി അടുത്തത് ജില്ലാ പ്രസിഡന്റ് തലത്തിലേക്ക് അത് പോകും. ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞതിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ്റെ തലത്തിലേക്ക് അത് പോകും. ഇത് കഴിഞ്ഞിട്ട് അത് നാഷണൽ അധ്യക്ഷൻ്റെ തലത്തിലേക്ക് അത് പോകും. ഇതൊരു പ്രോസസ്സ് താഴെ മുതൽ നടക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ താഴെ പോയി ബൂത്ത് തലത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ മുതൽ നിങ്ങൾക്ക് തോന്നും പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നും. അത് പ്രശ്നമല്ല, അതൊരു പ്രോസസ്സിൻ്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റണം എന്നുള്ളത് പ്രശ്നമല്ല, പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ്. ഇപ്പോൾ മാറ്റണമെന്ന് പറയുവാൻ ഒരു വിഭാഗത്തിന് അവകാശം ഉണ്ടാകും, തുടരണമെന്ന് പറയാൻ മറു വിഭാഗത്തിന് അവകാശം ഉണ്ടാകും. ഇത് ചർച്ചകളല്ലേ, ചർച്ചകൾ നടക്കട്ടെ. ഇപ്പോൾ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് 3 പാർട്ടികളിൽ. നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം
കേരളത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഒന്ന്. രണ്ട്, 2026 BJPയെ സംബന്ധിച്ച് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയോഗി ആരാണ്, എതിർകക്ഷി ആരാണ്? 2001 ചോദ്യം, കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ താഴെത്തട്ടിലെ ഏത് പൊതുജനങ്ങളോട് ഇടപെട്ട് കഴിഞ്ഞിരുന്നാൽ, ഇൻക്ലൂഡിങ് CPM ഉൾപ്പെടെ, ഇതൊന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന CPM ഒരുപാട് പേരെ എനിക്കറിയാം. കാരണം അവരൊരുപാട് മടുത്തു. കാരണം പലതിനെ ന്യായീകരിച്ച് മടുത്തു. പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, അഴിമതി ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അവരുടെ സംഘടനാപരമായിട്ട് അവരുടെ ഒരു ഒരു അഴിഞ്ഞാട്ടം എന്ന് പറയുന്നൊരു തലത്തിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുന്നില്ല. അവരുടെ എപ്പോഴും സമരപ്രസ്ഥാനമാണല്ലോ. അപ്പോൾ സമരങ്ങളിലേക്കോ അവർക്ക് അത്തരത്തിലേക്കോ അത് പോകാൻ സാധിക്കുന്നില്ല. അത് അവരുടെ സംഘടനാപരമായ വളർച്ചയെ ബാധിക്കുന്നുണ്ട് എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബംഗാളിലും ത്രിപുരയിലും തുടർച്ചയായി ഭരണത്തിലിരുന്നത് പാർട്ടി എങ്ങനെയാണോ അധംപതിപ്പിച്ചത് ആ ഒരു തലത്തിലേക്ക് പോകുന്നു. അപ്പോൾ അവിടം മുതൽ ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ്. പൊതുജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല, CPMകാരിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത്. ഇവിടെ BJP ഇവിടെ നിൽക്കുന്നു. BJPയുടെ രാഷ്ട്രീയ എതിരാളി ആരാണ് എന്ന് ചോദിച്ചാൽ, INDI മുന്നണി BJPയുടെ രാഷ്ട്രീയ എതിരാളിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ജയിക്കാൻ കഴിയുന്ന 40ഓളം മണ്ഡലങ്ങൾ നിലവിൽ കേരളത്തിലുണ്ട്. 40ഓളം മണ്ഡലങ്ങളിൽ 30,000-ലധികം വോട്ട് ലഭിച്ചിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ 11 മണ്ഡലങ്ങളിൽ ഇത്തവണ 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്, 8 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നിൽക്കുന്ന 19 മണ്ഡലങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. BJP ഒരു ചെറിയ വോട്ട് വ്യത്യാസം അല്ലെങ്കിൽ നമുക്ക് ജയിച്ചേക്കാം എന്ന് പറയുന്നത്. ഇനി 30,000-40,000-ഓളം വോട്ട് ലഭിച്ചിരിക്കുന്ന 3ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ ചില മണ്ഡലങ്ങൾ 3ാം സ്ഥാനത്താണെങ്കിൽ പോലും 5,000 വോട്ടിന്, 6,000 വോട്ടിന്, 7,000 വോട്ടിനൊക്കെ മാത്രം 3ാം സ്ഥാനത്ത് നിൽക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വരുമ്പോൾ 40ഓളം മണ്ഡലങ്ങൾ BJPക്ക് വിജയപ്രതീക്ഷ വയ്ക്കാമെന്നുള്ളതുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ 40 മണ്ഡലം BJP ജയിക്കുമെന്ന് പറഞ്ഞു എന്നുള്ളതല്ല. 40ഓളം മണ്ഡലങ്ങളിൽ പ്രോപ്പറായിട്ട് കൃത്യമായി വർക്ക് പോയി കഴിഞ്ഞാൽ ജയിക്കാവുന്ന സാധ്യതയുണ്ട്. ഈ 40ഓളം മണ്ഡലങ്ങളിൽ നമ്മൾ CPMനോടോ കോൺഗ്രസിനോടോ അല്ല മത്സരിക്കുന്ന, മുന്നണിയോടാണ് നമ്മൾ മത്സരിക്കേണ്ടി വരിക. കാരണം BJP ജയിക്കുമെന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി ഒന്നിക്കുന്ന ഒരു പ്രതിഭാസം കേരളത്തിൽ ഉണ്ടാകലുണ്ട്. അപ്പോൾ നമ്മൾ CPMനോടാണോ മത്സരിക്കുന്നത്, കോൺഗ്രസിനോടാണോ മത്സരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുന്നണിയോടാണ് നമ്മൾ മത്സരിക്കുന്നതെന്നാണ് നമുക്ക് നിലവിൽ കേരളത്തിൽ ഇന്ത്യ സഖ്യം ഇല്ലാത്തിടത്തോളം കാലം അങ്ങനെയെങ്കിൽ നിലവിൽ കേരളത്തിൽ ഈ മുന്നണി ഒരു ഒരു ആശയ ആദർശ അടിത്തറയിൽ ഉണ്ടായിരിക്കുന്ന ഒന്നല്ല. BJP വിരുദ്ധതയിൽ മാത്രം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശിവസേന ഉദ്ധവ് താക്കറെ എന്ന് പറയുന്നത് ഇവരോട് ഏതെങ്കിലും തരത്തിൽ ആശയപരമായി ആദർശപരമായി ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം അല്ല. പക്ഷെ അവർ പോലും ഈ മുന്നണിക്കകത്ത് നിൽക്കുന്നത് BJP വിരുദ്ധതയിൽ മാത്രമാണ്. അപ്പോൾ ആ മുന്നണിക്ക് പ്രത്യേകിച്ചൊരു പോളിസിയോ അല്ലെങ്കിൽ വിദേശ പോളിസിയോ അല്ലെങ്കിൽ ഒരു എക്കണോമിക് പോളിസിയോ അങ്ങനെ ഒരു പോളിസി ഉണ്ടാക്കിയിട്ട് ആ പോളിസിയിൽ നിൽക്കുന്നതല്ല. BJP വിരുദ്ധത എന്ന് പറയുന്ന ഒന്നിൽ മാത്രം അവർ നിൽക്കുന്ന ഒരു മുന്നണിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കേരളത്തിലേക്കും BJP വിരുദ്ധത എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇത്തരത്തിലൊരു മുന്നണി തന്നെയാണ് കോൺഗ്രസ് ഉയർത്തി കാട്ടുന്നത്. CJP എന്ന് പറഞ്ഞത് ഒരു ആക്ഷേപം പോലെ അല്ലെങ്കിൽ ഒരു പരിഹാസം പോലെ ഒരു മുന്നണിയെ അവർ ഉയർത്തി കാട്ടുന്നുണ്ട്. അതിൻ്റെ വസ്തുതാപരമായ കാര്യം എന്താണ്? അതിലെന്തെങ്കിലും അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതിന് എന്തെങ്കിലും ബേസ് ഉണ്ടോ? അല്ല, CPM തിരിച്ച് കോലീബി എന്ന് പറഞ്ഞ് ഉയർത്തി കാട്ടും. ഇവർ CJP എന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടുമ്പോൾ അവർ തിരിച്ച് കോലീബി എന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടും. ഇതിൻ്റെ കോൺഗ്രസ് ലീഗ് BJP എന്നും പറഞ്ഞ് അവർ കാലങ്ങളായിട്ട് ഇതിപ്പോൾ കോൺഗ്രസ് തിരിച്ചടിച്ചു തുടങ്ങിയതാണ്. കാലങ്ങളായിട്ട് അത് കോലീബി സഖ്യം CPM പറയുന്നിടത്ത് കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് അതിനെ തിരിച്ചടിച്ചു തുടങ്ങുന്നതാണ്. ഇത് CJP സഖ്യമാണ് എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചടിച്ചു തുടങ്ങുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതിനകത്ത് അടിസ്ഥാനപരമായ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏതാണ്ട് 30% മുസ്ലിം വോട്ട് കടന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് നല്ല ധാരണയുണ്ട്. മുസ്ലിം ജനസംഖ്യ 30% കടന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ മുസ്ലിം വോട്ട് ശതമാനം എന്ന് പറയുന്നത് ഏതാണ്ട് 30% കടന്നിട്ടുണ്ട്. കാരണം പോളിംഗ് ബൂത്തിനകത്ത് കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നതിനകത്ത് 30%-ന് മുകളിൽ മുസ്ലിം പ്രാതിനിധ്യം വന്നിട്ടുണ്ട്. ഹിന്ദു കമ്മ്യൂണിറ്റി വളരെ കുറവാണ് വോട്ട് ചെയ്യുന്നത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബേസിക്കലി ഇപ്പോൾ കേരളത്തിൽ പലരും ഇല്ല, പലരും യാത്രയിലാണ്. പക്ഷേ ഈ ഇലക്ഷൻ സമയമാകുമ്പോഴേക്കും വളരെ കൃത്യമായിട്ടും എല്ലാ മേഖലകളിൽ നിന്നും മുസ്ലിം സമുദായം തിരിച്ചെത്തുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. ജനാധിപത്യ പ്രോസസ്സിൽ അവർ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് കാണിക്കുന്നു എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അപ്പോൾ 1/3 കൃത്യമായിട്ട് അല്ലെങ്കിൽ 1/3 മുകളിലേക്ക് മുസ്ലിം വോട്ട് വളരെ കൃത്യമായിട്ട് ജനാധിപത്യ പ്രക്രിയയിൽ പോൾ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വോട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭരണത്തിനെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങളെ എന്തെങ്കിലും ഉദ്ധരിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മെച്ചമുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്കീമുകളൊന്നും കഴിഞ്ഞ 10-7 പതിറ്റാണ്ടുകളായിട്ട് ഇവരാരും തന്നെ മുമ്പോട്ട് കൊണ്ടുവരുന്നത് നമ്മളാരും തന്നെ കണ്ടിട്ടില്ല.
പകരം മുസ്ലിം വോട്ട് മേടിക്കുന്നത് എപ്പോഴും എന്തെങ്കിലും ഇത്തരത്തിലുള്ള വൈകാരിക വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയിട്ട്, ഇപ്പോൾ ഷാബാനു കേസ് ഉയർത്തിക്കാട്ടിയിട്ട് കോൺഗ്രസ് അതിനകത്തൊരു നിയമനിർമ്മാണം കൊണ്ടുവന്നിട്ട്, അല്ലാണ്ട് അവരെ എംപവർ ചെയ്യിക്കുക എന്നുള്ളതല്ല, പകരം ഒരു വൈകാരിക വിഷയത്തിൽ കുടുക്കിക്കിടത്തിയിട്ട് ചെയ്യുക. ഇപ്പോൾ അവർക്കത് കുടുക്കിക്കിടത്തി ചെയ്യാൻ പറ്റുന്നത് ഇവരാണ് ബി ജെ പിയുമായിട്ട് ചേർന്നിരിക്കുന്നത്, അല്ലാതെ അവരാണ് ബി ജെ പിയുമായി ചേർന്നിരിക്കുന്നത് എന്നുള്ള പരസ്പരമുള്ള ഒരു ആരോപണത്തിൻ്റെ പുറത്ത് മാത്രമാണ്. അപ്പോൾ ആ ആരോപണത്തിൻ്റെ ഭാഗം മാത്രമാണ്, അത് അവരുടെ ഒരു ഇൻറ്റേർണൽ ഗെയിമിൻ്റെ ഭാഗം മാത്രമാണ്. ഇനി തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ, അങ്ങ് കാലങ്ങളായി തിരുവനന്തപുരത്തെ പ്രാദേശിക മേഖലകളിൽ പ്രവർത്തിച്ച് പരിചയസമ്പന്നനായ ഒരു നേതാവാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ രാജീവ് ചന്ദ്രശേഖറിന് വളരെ കുറഞ്ഞൊരു ടൈം പീരീഡിൽ വലിയ സ്വാധീനം ലഭിച്ചൊരു സ്ഥലമാണ്, ജില്ലയാണ്, അല്ലെങ്കിൽ ഒരു ലോക്സഭാ മണ്ഡലമാണ്. ഈ തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിയെ സംബന്ധിച്ച് എത്ര മണ്ഡലങ്ങളിൽ വിജയിക്കാൻ സാധിക്കും? അതുപോലെ അങ്ങേ ഒരു MLA കാൻഡിഡേറ്റായിട്ട് കാണാൻ ഇതിൽ സാധ്യതകൾ ഇതിലുണ്ടോ? അല്ല, ഒന്ന് രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ കുമ്മനം രാജശേഖർ മാത്രമല്ല, അത് ഞാൻ വി മുരളീധരനുണ്ട്, അത് നമ്മൾ കാണാറില്ല. പക്ഷേ വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം എന്നോട് പോലും പേഴ്സണലി ഇതുപോലൊരു ഇൻ്റർവ്യൂവിൽ ബി ജെ പി ജയിക്കാൻ പോകുന്ന 3 മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആക്ടിങ്ങിൽ ഒഴിച്ചു നിർത്തിയിട്ടാണ് ഞാൻ പോലും പറഞ്ഞിരുന്നത്. എന്നെ പോലും അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തനമാണ് അദ്ദേഹം അവിടെ, അല്ലെങ്കിൽ പ്രകടനമാണ് അദ്ദേഹം അവിടെ കാഴ്ചവെച്ചത്. 15,000, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2ാം സ്ഥാനം എത്തിയത് മാത്രമല്ല, ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 15,000 വോട്ടിന് 2ാം സ്ഥാനമായി എന്ന് പറയുന്ന പോലെ തന്നെയാണ് വി മുരളീധരനോടെ 15,000 വോട്ടിന് മാത്രമാണ് ജയിച്ച സ്ഥാനാർത്ഥിക്ക് പുറകിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്കതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്കത് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. 1. 2, തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിക്ക് പറയുന്ന പോലെ തന്നെ 5 മണ്ഡലങ്ങളിൽ ബി ജെ പി കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മുന്നിൽ നിൽക്കുകയാണ്. വളരെ തുച്ഛമായ വോട്ടുകൾക്ക് 3ാം സ്ഥാനത്ത് പോയിരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. 2ാം സ്ഥാനം, ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ 5,000 വോട്ടിന് മാത്രമാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇതുപോലെ 2ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്ത് നിൽക്കുന്നതിൽ 5,000, 6,000 വോട്ടിനൊക്കെ പുറകിൽ നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ വാമനപുരം മണ്ഡലം ബി ജെ പി ഒരിക്കലും ഒരു ശക്തി കേന്ദ്രമായിട്ട് കണ്ടിട്ടില്ല, പക്ഷേ 43,000 വോട്ടോളം അവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ 14 മണ്ഡലങ്ങളിൽ എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് 2 മണ്ഡലം ഒഴിച്ച് ബാക്കി 12 മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് അതിശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിജയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. 2 മണ്ഡലം ഏത് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ 2 ഒഴിച്ച് ബാക്കി 12 ഇടത്തും വേണമെന്ന് വെച്ചാൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ മത്സരിക്കുന്ന ഒന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഞാൻ സ്വതന്ത്രനായിട്ടല്ലല്ലോ, സംഘടനയല്ലേ, ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഘടന തീരുമാനം എടുക്കേണ്ട വിഷയമാണ്, നമുക്ക് പ്രവർത്തിക്കാനേ സാധിക്കുള്ളൂ. അല്ല, ഓക്കെ. കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ, അവിടുത്തെ ഗവർണർമാരുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ, ആരിഫ് മുഹമ്മദ് ഖാൻ എനിക്ക് തോന്നുന്നു ഇക്കാലത്തും താരതമ്യേന ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു ഗവർണറാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് പുതിയൊരു ഗവർണർ വരുമ്പോൾ, ആറിലേക്കർ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്ന എന്തൊക്കെയായിരിക്കും പുതിയ പ്ലാനിങ് എന്നാണ് ഒരു ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ നേതാവ് എന്ന രീതിയിൽ എന്തൊക്കെയായിരിക്കും ഒരു പുതിയ മാറ്റങ്ങൾ? ആരിഫ് മുഹമ്മദ് ഖാൻ അൺപ്രസിഡൻ്റ് ആയിട്ടുള്ള ഒരു പോരാട്ട മുഖം കേരളത്തിൽ തുറന്നു വെച്ച ഒരാളാണ്. ഇത്രയധികം ചർച്ച ഇന്ന് വരെയും കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു ഗവർണർ തുടങ്ങി വെച്ചിട്ടില്ല. അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങൾ, അദ്ദേഹം ഒരു സ്ട്രീറ്റ് ഫൈറ്റർ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം ഇറങ്ങി വരുന്ന അതൊരു മോശം വേർഡായിട്ടല്ല ഞാൻ ഉപയോഗിച്ചത്. അദ്ദേഹം അങ്ങനെ വരെ അദ്ദേഹം ഇത്രയും ഫിയേഴ്സ് ആയിട്ടൊരു ഫൈറ്ററാണെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയിരുന്നാലും ആ ഒരു പോരാട്ട വീര്യം അദ്ദേഹത്തിലുണ്ട് എന്ന് തന്നെയാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇന്ന ഭാഗത്തുനിന്ന് വരുന്ന ആളാണ്, അവരിൽ ആ ഒരു പോരാട്ട വീര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതിന് അർത്ഥവത്താക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ CPM പോലെ ഒരു സംഘടന നിൽക്കുന്നു. CPM പോലൊരു സംഘടനയോട് CPIക്ക് അവരുടെ ഘടകകക്ഷിക്ക് പോലും ഭയത്തോടു കൂടി മാത്രമേ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ അടിച്ചമർത്തൽ മൊത്തത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ NCPയുടെ മന്ത്രി ആരാണെന്ന് തീരുമാനിക്കേണ്ട NCP അല്ല, CPM ആണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലാണ് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ശൈലി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കെതിരായിട്ടൊരു ഗവർണർ ഫൈറ്റിനിറങ്ങി, ആ ഫൈറ്റ് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു, ആ ഫൈറ്റ് വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടു. അദ്ദേഹത്തിനെ മാധ്യമങ്ങൾ തന്നെ ചിലർ അവഹേളിച്ചിട്ടുണ്ട്, ചിലർ അദ്ദേഹത്തെ പാടി പുകഴ്ത്തിയിട്ടുണ്ട്. ഇതെല്ലാം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതാ വന്നിരിക്കുന്ന വ്യക്തിയുടെ ഡിസ്ക്രിഷനാണ്, ഞാൻ അങ്ങനെ പോകണോ വേണ്ടയോ, എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത്. അപ്പോൾ പുതിയൊരു ഗവർണർ വരികയാണ്. അപ്പോൾ ആ ഗവർണർ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പദവിയാണ്, ഒരു ഭരണഘടനാ പദവിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിയന്ത്രണത്തിലല്ല അത് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇനിയിപ്പോൾ അതെങ്ങനെയാണ് അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയില്ല. ഇപ്പോൾ അതിനകത്ത് കമൻറ്റ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശമോ അധികാരമോ എനിക്കില്ല.
പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ വലിയൊരു പോരാട്ടം കാഴ്ചവെച്ചിട്ടുണ്ട്. പുതിയ ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്? കാലങ്ങളായി BJP കരുതി വച്ചിരുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി, അല്ലെങ്കിൽ BJP ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ ഭാഗമായി, സ്വാധീനം വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള മുന്നോട്ട് പോക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അഭിനന്ദനങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രസ്ഥാനത്തിന്. താങ്ക് യു.